ഇന്നലകളിലുള്ള നിരാശകളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് നമ്മൾ എടുക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു പ്രയാണത്തിന് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നലകളിൽ പല ദുരനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ പല എക്സാമുകളിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഫലം കിട്ടിയിട്ടുണ്ടാകാതിരിക്കാം. അതല്ലെങ്കിൽ പല റാങ്ക് ലിസ്റ്റിലും ചിലപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിട്ട് ചിലപ്പോൾ ജോലി കിട്ടാതെ ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു പോയ കണ്ടീഷനുകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കഥകളാണ്. ആ കഥകളെ നമ്മൾ ഓർത്ത് അതിൽ തളർന്നിരിക്കാതെ ഇനി വരുന്നതിനെ കുറിച്ച് ക്രിയേറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു പഠന സംവിധാനത്തിലേക്ക് നീങ്ങണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുക. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, SC/ST വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. 8:30 മണിക്കാണ് വെൽഫെയർ ഓഫീസറുടെ ഒരു ഫ്രീ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മളിപ്പോൾ നിലവിൽ ജനറൽ ICDS സൂപ്പർവൈസർ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ്. ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ആ എക്സാം എങ്ങനെയായിരുന്നു, എങ്ങനെ അതിൽ എഴുതാൻ കഴിഞ്ഞു. പല കോച്ചിങ്ങിൽ പോയവരുണ്ടാകാം, എൻ്റെ കോച്ചിങ്ങിൽ ഉൾപ്പെട്ടവരുണ്ടാകാം, അതല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകാതെ എഴുതിയവരുണ്ടാകാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ആ അനുഭവം, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഇനി അടുത്ത എക്സാമില് നമുക്ക് ഉപയോഗപ്രദമാക്കി നമ്മൾ എടുക്കേണ്ടത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. വെറുതെ ഒരു എക്സാം വന്നു എന്ന് കരുതി ഒരു കോച്ചിങ്ങിന് ചേർന്നത് കൊണ്ടോ അതിൽ ഓടിപ്പോയി എന്തെങ്കിലും ഇരുന്ന് പഠിച്ചത് കൊണ്ടോ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് കഴിയത്തില്ല. ആദ്യം നമ്മൾ കുറെ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഓൾറെഡി ഒരു എക്സാം എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് കുറെ അനുഭവ സമ്പത്തുണ്ട്. അവിടെ ചെന്നപ്പോൾ എങ്ങനെ നമുക്കത് എഴുതാൻ കഴിഞ്ഞു, എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റി. നമ്മൾ പലതും ശരിയാണെന്ന് കരുതി ആൻസർ ചെയ്തത്, കറുപ്പിച്ചത് പലതും പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ തെറ്റായി പോയല്ലോ തമ്പുരാനെ. ഇങ്ങനെയൊക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്? ഇനി അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. എങ്കിലാണ് നമുക്ക് വിജയതീരത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എക്സാമില് സംഭവിച്ചത് യഥാർത്ഥത്തില് നമ്മൾ പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എക്സാം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പഠിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ പഠിച്ചത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയണം. ഇപ്പൊ അക്കാഡമിക് തലത്തില് 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കും ഒക്കെ കിട്ടിയ ആളുകൾ ജോലിയില്ലാതെ നടക്കുന്നവരായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവർക്ക് നല്ല അക്കാഡമിക് തലത്തിൽ റാങ്കുകൾ കിട്ടിയവരാണ്. പക്ഷെ മത്സര പരീക്ഷ എന്ന് പറയുമ്പോൾ അതില് നമുക്ക് അക്കാഡമിക് തലത്തിൽ ഇപ്പോൾ റാങ്ക് കിട്ടി എന്നുള്ളതൊന്നും അതിലൊരു മാനദണ്ഡമല്ല. നമുക്കൊരു എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന് ആ സമയത്ത് വായിച്ച് അതിന്റെ കൃത്യതയോടുകൂടി വായിച്ചുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അതായത് എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഈ ഒരു എക്സാമിൽ മാത്രമല്ല, എല്ലാ എക്സാമിലും, കോമ്പറ്റേറ്റീവ് എക്സാമിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓപ്ഷനുകളായിരിക്കും. ആ ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. അതിൽ മിക്കവാറും 1, 2, 3 ഒക്കെ ചിലപ്പോൾ ഒരേ അർത്ഥത്തിൽ വരുന്നതായിരിക്കാം, അതുമായിട്ട് സാമ്യമുള്ളതായിരിക്കാം ആൻസറുമായിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ കൃത്യതയോടുകൂടി തിരഞ്ഞെടുത്താൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ
ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ആപ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എഴുതുന്നുണ്ട്, പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. ഇതെങ്ങനെ നമുക്ക് സാധ്യമാകും? അത് സാധ്യമാകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിശീലനം വേണം. കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. പരിശീലനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ ചെയ്ത് ശീലിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറുകളാണെന്നുണ്ടെങ്കിലും എങ്കിലാണ് ഫലം കാണത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ നമ്മളൊരു വാഹനം നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുവാണ്. എന്നിട്ട് നമ്മൾ അടുത്ത വിഷുവിനാണ് അത് വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാഹനത്തിന് എന്ത് സംഭവിക്കും? ഒന്നുകിൽ ആ വാഹനം എന്തെങ്കിലുമൊക്കെ തുരുമ്പ് എന്തെങ്കിലും വരും, അല്ലെങ്കിൽ അതിൻ്റെ ഗിയർ ജാമായി പോവുമോ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചവരാണെങ്കിൽ നമുക്കത് വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇതല്ലേ സ്വാഭാവികമായിട്ട്? അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ കൂടുതലും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ പരിശീലനം സിദ്ധിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞതിനെ ഓർത്ത് ഒരിക്കലും വിലപിക്കുകയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ നഷ്ടപ്പെട്ടതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുതിച്ചു ചാടാനായിട്ടുള്ള ഒരു എനർജി നേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ബുദ്ധി വിവേകമൊക്കെ ഉണ്ട്, സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മിഡിൽ ഓംബ്ലാങ്കേറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുവാണ്. അതിന്റെ പരിപൂർണ വളർച്ചയെത്തിയവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മൃഗത്തിന്റെ ബുദ്ധി പോലും കാണിക്കാതെ തരം താഴ്ന്നു പോയാൽ എന്താണ് അവസ്ഥ? കാരണം ഒരു പുലി ഒരു മുയലിനെ ഓടിച്ചിട്ട് നടന്നു, പക്ഷെ ആ മുയലിനെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അടുത്തൊരു മുയലിനെ കാണുമ്പോൾ ആ പുലി ഓടാതിരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളുടെ അത്രയും പോലും സെറിബ്രവും സെറിബെല്ലും ഒന്നും വളർന്നിട്ടില്ല. കേവലം ഒരു മൃഗം. നമുക്ക് ഇത്രയും വലിയൊരു തലയുണ്ട്, ആ പുലിക്ക് ഇത്രയേ ഉള്ളൂ. ആ ബ്രെയിനിന്റെ വളർച്ച വളരെ ചെറുതാണ്. പക്ഷെ ബുദ്ധി അവിടെ ആ പുലി ഉപയോഗിക്കുന്നുണ്ട്. ഒരു മുയലിനെ കിട്ടിയില്ല, വേഗം തന്നെ പോയിട്ട് ആ ഗുഹയുടെ മുമ്പിൽ തൂങ്ങിച്ചത്ത ഏതെങ്കിലും ഒരു പുലിയെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. അതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മളുടെ ബ്രെയിൻ വികസിച്ചതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നിരാശയാണ്. കഴിഞ്ഞ ജനറൽ ICDS പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ തളർന്നങ്ങ് പോയി. പ്രൊബേഷൻ ഓഫീസർ എക്സാം ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് പഠിച്ചില്ല, കാരണം ആകെ മറ്റേ ICDS നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല, അപ്പൊ ഷോക്കായിപ്പോയി, അവിടെ തളർന്നിരുന്നു. ഈ അവസ്ഥ നമ്മൾ മാറ്റണം. ഈ അവസ്ഥ മാറ്റിയിട്ടേ പഠനം തുടങ്ങാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ ആ ഒരു അവസ്ഥ മാറ്റണം. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് ആ കഴിഞ്ഞതിൽ നിന്ന് അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാനായിട്ടുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ കരുത്താണ് നിങ്ങളെ വിജയതീരത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതല്ലാതെ തളർന്നിരുന്നിട്ട് എനിക്ക് ഒന്നും കഴിയത്തില്ല, പിന്നെ ഇനി വിധി പോലെ വരട്ടെ, തമ്പുരാൻ സഹായിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു പഠനം നമുക്ക് വേണം. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇനി 78 ദിനരാത്രങ്ങൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. ദിവസങ്ങൾ ഓരോന്നും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. 78 ദിനരാത്രങ്ങൾ. തമ്പുരാൻ അനുഗ്രഹിച്ചു തന്ന 78 ദിനരാത്രങ്ങൾ. എന്തിനു വേണ്ടി? കഴിഞ്ഞ തളർച്ച മാറ്റാൻ വേണ്ടി, നിങ്ങളെ വളർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി തമ്പുരാൻ കനിഞ്ഞു നൽകിയ 78 ദിനരാത്രങ്ങൾ. ഈ 78 ദിനരാത്രങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി, ഇതെനിക്ക് അത്യാവശ്യമാണ്, ഇതെന്റെ ജീവനാണ്, ഇതെന്റെ ആത്മാവാണ് എന്ന് കരുതി പഠിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. എങ്കിലാണ് നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ പറ്റില്ല, അത് നടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്താൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനായിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ആരെ ഉണ്ടാകത്തുള്ളൂ? ഈ പറയുന്ന SC ST വിഭാഗത്തിലുള്ളവർ മാത്രമേ ആ ക്ലാസ്സിൽ ആ എക്സാമിന് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്താണ് പ്രശ്നം?
ആ വിഭാഗത്തിലുള്ളവരിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്നവൾ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്, അത് കുറെ കൂടി ലഘുവായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിട്ട് മാറുന്നു, അതോടൊപ്പം തന്നെ ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനുമായിട്ട് മാറുന്നു. ലഘുവായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ജനറൽ PSCയിൽ എഴുതുമ്പോൾ ഒത്തിരി പേരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം റിസർവേഷൻ ഉള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ളവരുമായിട്ടുള്ള ഒരു മത്സരം വരുന്നു. അവിടെ ശക്തമായ ഒരു മത്സരം ആര് മുന്നോട്ട് വെക്കുന്നു, ഏറ്റവും ടോപ്പ് റാങ്ക് ആര് നേടുന്നു, അവൾ വിജയിച്ചു, അവൾക്ക് ജോലി ഉറപ്പ്. അപ്പൊ അതും മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ടോപ്പ് മാർക്ക്, അതല്ലാതെ റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വന്ന് കിടന്നിട്ട് ആ ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, എക്സാം കഴിഞ്ഞതിന് ശേഷം അയ്യോ അത് എൻ്റെ അമ്മോ ഇത് അങ്ങനെ ആയിപ്പോയി, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിപ്പോയി, അപ്പൊ പിന്നെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം, ആന തേങ്ങ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാമിന് മുമ്പ് പഠിച്ച് കൃത്യതയോടുകൂടി പഠിച്ച് ആ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലെത്തുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ എക്സാമിൽ പെർഫോം ചെയ്ത് ടോപ്പ് റാങ്ക് നേടുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. അതല്ലാതെ അത് എഴുതിയതിനു ശേഷം വിലപിച്ച് നെഞ്ചത്തിട്ടിടിച്ച് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരാക്രമം കാണിച്ചു ഓടിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ അതും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, വളരെ ശ്രദ്ധയോടുകൂടി മുന്നേറണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അപ്പൊ എൻ്റെ കോച്ചിങ് സംവിധാനത്തെ കുറിച്ചിട്ടുള്ളൊരു ലഘു ചിത്രം തരാം. അതായത് നമുക്ക് ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. 2 മാസം, അതായത് 78 ദിവസം, 2 മാസവും 18 ദിവസവുമാണ് അവശേഷിക്കുന്നത്. ഹലോ മീന, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു നിമിഷം കൂട്ടി ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു നിമിഷം, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എൻ്റെ കോച്ചിങ്ങിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 78 ദിവസം, അതായത് 2 മാസവും 18 ദിവസവുമാണ്. നമുക്ക് വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്തു പോരേണ്ടതുണ്ട്. അതിനിടയിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു പോരേണ്ടതുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഈ 78 ദിവസത്തിനുള്ളിൽ കഴിയണം. അപ്പം ഞാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാനും ക്ലാസ്സുകൾ കേൾക്കാനും ക്ലാസ്സുകൾ കൂടാനും ഒക്കെ തയ്യാറാകണം. അപ്പോൾ നമുക്ക് കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് പല സമയങ്ങളിൽ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇടേണ്ടതായിട്ട് വരും. ഓൺലൈൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നൽകേണ്ടി വരും. കാരണം കംപ്ലീറ്റ് ഇത് കവർ ചെയ്ത് നമുക്ക് വന്ന് ചിലപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് സമയം കുറേ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് മെറ്റീരിയൽസ് കിട്ടി നമുക്ക് പഠനം തുടങ്ങി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യേണ്ട ഒരു ഘട്ടമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് ആഴ്ചകളിൽ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ആ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് എല്ലാ ആഴ്ചയിലും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതുമാത്രമല്ല, ഒരു പുതിയൊരു സ്ട്രാറ്റജി ഞാനിപ്പോൾ നമ്മളുടെ പ്രൊബേഷൻ ഓഫീസറിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയ ആ സ്ട്രാറ്റജി കുറേ കുട്ടികൾക്ക് പ്രയോജനം നേടിയൊരു സംഭവമാണ്. അതായത് മോഡൽ ക്വസ്റ്റ്യൻസ്, ഏകദേശം 11ഓളം മോഡൽ ക്വസ്റ്റ്യൻസ് പ്രൊബേഷൻ ഓഫീസർ തസ്തികയിലുള്ള കുട്ടികൾക്ക് പരിശീലനത്തിനായി ഞാൻ കൊടുത്തു. അപ്പോൾ 11 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നെ 1100ഓളം ക്വസ്റ്റ്യൻസ് കൊടുത്തു. അതിൽ നിന്ന് ഏകദേശം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തന്നെ അതിലൊരു പകുതിയിലധികം ഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചരിത്രമാണ്. എന്തോ 61 എത്രയോ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് വന്നത്. അപ്പോൾ അത് പരിശീലിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നല്ല കുറേ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 ശരിക്കുമുള്ള ക്വസ്റ്റ്യൻ പോലെ തന്നെ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ മേഖലകളിൽ നിന്ന് സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അതൊരു വലിയൊരു സഹായമായിരിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെയും നമുക്ക് പരിശീലനം നേടേണ്ടതുണ്ട്.
അപ്പോൾ ആദ്യം ഇൻഡിവിജ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിനുശേഷം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇട്ട് ഒരു പരിശീലനം നേടിയാലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും വേറെ ഇപ്പോൾ കോച്ചിങ്ങിന് വേറെ ചേർന്നവരായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്തിയവരായിരിക്കാം, അപ്പം നിങ്ങളെ അല്ലെങ്കിൽ എൻ്റെ കോച്ചിങ്ങിൽ ഉൾപ്പെട്ടവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു അറിവ്, നിങ്ങൾക്കൊരു ബേസ് നിങ്ങൾക്കുണ്ട്, അത് തീർച്ചയാണ്. ആ ബേസ് ഉള്ള ആ അറിവിൻ്റെ ആ അടിത്തറ നമുക്കൊന്ന് ശരിയായ രീതിയിലൊന്ന് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റാങ്കിൽ ഏറ്റവും മുന്നിലെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഒരു പ്രാവശ്യം പഠിച്ചതാണ്, ഇനി ഒന്നുകൂടി അത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം, ഞാൻ നേരത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, നിങ്ങൾ അതിൽ മാസ്റ്ററായി മാറും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ ലക്ഷ്യമെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം. ഇതെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആ ആഗ്രഹം വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് പോലെ കേൾക്കണം. മനസ്സിലായി? കേൾക്കാൻ കഴിവില്ലാത്ത ബധിരകളൊന്നും അല്ല നിങ്ങളെന്ന് എനിക്കറിയാം. അങ്ങനെ കേൾക്കാനല്ല പറഞ്ഞത്. നമ്മൾ മനസ്സിലേക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മുഖം തിരിച്ച് നിന്ന് അയ്യോ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുടെ വീട്ടിലൊരു കല്യാണമാണ്, അവിടെ ഒരു പരാമർശമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്, അപ്പോൾ അന്നത്തെ ദിവസം ഞാനത് എഴുതുന്നില്ല, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങും എത്താനായിട്ട് കഴിയത്തില്ല. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ 78 ദിവസം ഒരു തപസ്യ പോലെ നമ്മൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ചിന്തിക്കുക, റാങ്ക് കിട്ടിയ കുട്ടിയും നിങ്ങൾ തമ്മിലും ഒരു വ്യത്യാസവുമില്ല. അവർക്ക് കണ്ണുള്ളതുപോലെ നിങ്ങൾക്കും ഉണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും അവർക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉണ്ട്. അപ്പം പിന്നെ വേറൊരു വ്യത്യാസവുമില്ല. പക്ഷേ നമ്മൾ ഊട്ടി ഉറപ്പിച്ച് വളർത്തിയെടുക്കേണ്ട ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, എനിക്ക് കഴിയും, ഐ ക്യാൻ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിലെ ടോപ്പിൽ, ഈ വർഷത്തെ ICDS സൂപ്പർവൈസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ടോപ്പിൽ ഞാൻ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പഠനത്തിലേക്ക് അങ്ങ് കടക്കണം. എന്നിട്ട് പറയുന്ന പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ കൃത്യമായിട്ട് ആഴ്ചയിൽ നടത്തുന്ന എക്സാമിൽ കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ മാർക്ക് അയക്കാൻ പറയുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാതെ കൃത്യമായിട്ട് ആ മാർക്ക് അയക്കുക. അതായത് ഇവിടെ ഒരിക്കലും ഒരു അയ്യോ സാറാ മാർക്ക് കണ്ടാൽ അങ്ങനെ നാണിച്ചിരിക്കേണ്ട ഘടകമല്ല. ഇവിടെ ഞാനും നിങ്ങളും ഒരുമിച്ച് അങ്ങ് നീങ്ങുവാണ്. മനസ്സിലായി? ഇവിടെ നാണക്കേടിൻ്റെയോ മാനക്കേടിൻ്റെയോ കാര്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 100ൽ 10 ആണെങ്കിൽ പോലും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞതനുസരിച്ചല്ലോ. നമ്മൾ ഒരു കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പരിശീലനം കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് 100 മാർക്ക് നേടുക എന്ന് പറയുമ്പോൾ അവിടെ പരിശീലനത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മാസ്റ്ററാണ്. ഇതപ്പോൾ നിങ്ങൾക്ക് കുറവുള്ള മാർക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, അവർ വീഴുന്നു, അപ്പോൾ പിന്നെ എഴുന്നേൽക്കും, പിന്നെയും വീഴും, പിന്നെ എഴുന്നേൽക്കും. അങ്ങനെ എത്ര പ്രാവശ്യം വീണതിന് ശേഷം ആ കുട്ടി നടക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം. ആദ്യം 10 മാർക്കായിരിക്കാം, ചിലപ്പോൾ 5 മാർക്കായി, വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിക്കുവാണ്. എന്നിട്ട് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ആ 10നെ നേരെ വലിച്ച് 80ലേക്കും 90ലേക്കും 70കളിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയും. അതിന് നമുക്കൊരു ആത്മാർത്ഥമായിട്ട് അതിന് ശ്രമിക്കാനായിട്ടുള്ള ഒരു മനസ്സ് മാത്രം മതി എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ പഠിക്കാനുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇനി നമ്മളുടെ പഠിപ്പിക്കുന്ന ആള് ഏത് രീതിയിലാണ്, ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കലാലലാ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പഠിപ്പിക്കുമോ എന്നുള്ളത് അറിയണം. അപ്പം അതുകൊണ്ടാണ് ഇന്നൊരു ക്ലാസ്, ഒരു ഡെമോ ക്ലാസ്, വളരെ കുറച്ച് സമയം നമുക്ക് ആ ഒരു ക്ലാസ്, കാരണം അടുത്ത ഒരു വെൽഫെയർ ഓഫീസറുടെയും ഇതേപോലുള്ളൊരു ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഇത് തീർക്കുകയും വേണം. അപ്പോൾ ആ ഒരു ഡെമോ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഈ വ്യക്തിയെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകുമോ, ഈ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ പഠിച്ചാൽ എവിടെയെങ്കിലും എത്തുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ് കൂടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും അതിൽ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ഓക്കെ പറയുക. കാരണം ഇപ്പോൾ നമുക്ക്
നമുക്ക് ആ ഗ്രൂപ്പിൽ ആരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും നമുക്ക് അസസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഇൻസ്റ്റിറ്റ്യൂഷൻകാരും എല്ലാവരും ഒരു അവിയൽ പരുവത്തിൽ ആ ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ട് എത്ര പേരുണ്ട് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു ഗതികേടിലാണ്. അതുമാത്രമല്ല, ചിലരിങ്ങനെ ഷോ കാണാൻ വേണ്ടി നിൽക്കുവാണ്, എന്താണ് അതിൽ നടക്കുന്നത്, നമുക്ക് ജോയിൻ ചെയ്യണോ വേണ്ടേ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ, വീണ്ടും വീണ്ടും പറയുന്നു, ഒരിക്കലും കംഫർട്ട് അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് ചേരണമെന്ന് പറഞ്ഞാൽ അങ്ങ് ചേർന്നിട്ട് കാര്യമില്ല. അത് മനസ്സിലാകുന്നുണ്ട്, ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്കത് കൗണ്ട് ചെയ്തിട്ട് എത്ര പേര് അതിലുണ്ട് എന്ന് നോക്കിയിട്ട് വേറൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കിയിട്ട് നമുക്ക് ഫീസ് എത്ര പേരുണ്ട് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഫീസ് എത്രയാണെന്ന് നിശ്ചയിക്കാം എന്നുകൂടി കരുതിയിട്ടാണ് പറയുന്നത്. അതായത് കുട്ടികൾ കുറയുമ്പോൾ അതനുസരിച്ചിട്ട് ഫീസ് നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരും. കുട്ടികൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കുറവ് വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത് കൂടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, ഇതിൽ എത്ര പേരുണ്ട് കൃത്യമായിട്ടെന്ന് അറിയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഓക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഫീസ് എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടി എത്രയാകും ഫീസ് ഏകദേശം എന്നൊരു മെസ്സേജ് അയച്ചു. കുട്ടി എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ഇരുന്നിട്ട് നമ്മൾ കാല് നീട്ടുക. അല്ലാതെ നമ്മൾ ഓടി വന്നിട്ട് കാല് നീട്ടിയാൽ എന്ത് സംഭവിക്കും? തലയും കുത്തി വീഴും. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യം എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം, മനസ്സിലായി? ഏകദേശം ഒരു കണക്ക്, ഒരു 20,000 രൂപയെന്ന് അങ്ങ് പറഞ്ഞിട്ട് കൊട്ടക്കണക്കിന് പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ? മനസ്സിലായോ? അപ്പം നമുക്ക് ആദ്യം, നിങ്ങൾ ഓക്കെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് പൈസയൊന്നും നിങ്ങൾ തരുന്നില്ലല്ലോ. നിങ്ങൾ ആദ്യം തന്നെ ക്ലാസ് കേൾക്കുക. ക്ലാസ് താല്പര്യമില്ല, ക്ലാസ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഫീസ് ചോദിച്ചിട്ട് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ ആദ്യം ക്ലാസ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇല്ലാണ്ടായി പോകുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. അത് വളർത്തിയെടുക്കണം. പരീക്ഷയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ക്ഷമ. നമ്മൾ ധൃതി പിടിച്ച് വായുഗുളിക മേടിക്കാനൊന്നും പോവുകയല്ല, നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടിയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ടാണ് ഈ മറുപടി ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം. അല്ലാതെ ആ ചോദിച്ച കുട്ടിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല. എല്ലാവരോടും സ്നേഹവും ഇഷ്ടവും മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കേട്ട് ആദ്യം ക്ലാസ് കംഫർട്ടാണോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഓക്കെ പറയുക. ഓക്കെ പറയണതിന് പൈസയൊന്നുമില്ല. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഫീസ് പറയാം. ഫീസ് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണ് എങ്കിലല്ലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഏതൊരു ക്ലാസ് ആരംഭിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുക. കാരണം ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ആ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെല്ലാവരും വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹമായിട്ട് ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമയം മെനക്കെടുത്തി ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞിന് പോലും എനിക്ക് ആകണ്ട എന്നു ആഗ്രഹത്തോടു കൂടിയല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സെനിക്കറിയാം. അതേപോലെ തന്നെ എൻ്റെ മനസ്സ്, എൻ്റെ ഉള്ളിൽ പറയുന്നത് ഇവരെ ഓരോരുത്തരെയും ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ എത്തിക്കാനായിട്ട് എനിക്ക് കഴിയണേ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരു കൂട്ടായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തമ്പുരാൻ, ഞങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ എത്തണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ് തമ്പുരാനെ. ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ ഈ പഠനം കൊണ്ട് ഞങ്ങളെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ എത്തിച്ച് ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തി ഞങ്ങൾക്കൊരു ജോലി ലഭ്യമാക്കാനായിട്ട്
തമ്പുരാനായിട്ടുള്ള കനിവ് തമ്പുരാൻ കാണിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് സർവശക്തനായ നാഥ ഞങ്ങളെ തുണക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ, ഞാൻ പഠിപ്പിക്കുന്ന ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ശക്തമായിട്ട് കയറിക്കൊണ്ട് അവർക്ക് അവരുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് എൻ്റെ പഠനം ഉപകാരപ്പെടണേ തമ്പുരാനെ. അങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സർവശക്തൻ എനിക്ക് എല്ലാവിധ കഴിവുകളും നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ്റെ നാമത്തിൽ ക്ലാസ്സിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പറയുന്നത്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്റ്റിലാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്റ്റിലാണ്. അപ്പൊ ആക്ടിന്റെ മുഴുവൻ പേര് ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട്, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട്, പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019. 2019 ആക്ട് വരുന്നത്. എന്താണ് ആക്ടിന്റെ പൂർണ്ണരൂപം? ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019. നമുക്ക് നമ്മുടെ സിലബസിൽ ട്രാൻസ്ജെൻഡർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ആക്ടിലേക്ക് എന്തിനാ കിടക്കുന്നത്? വൈഡല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന, ഇപ്പൊ ജനറൽ ആയിട്ട് നടന്ന ഈ അടുത്ത് കഴിഞ്ഞ 20-ന് നടന്നതല്ല, 22-ന് നടന്നതല്ല, അതല്ലാത്ത പഴയ ഇതിൽ നോക്കൂ. അതിലെ സിലബസിൽ വെറും ഡൊമസ്റ്റിക് വയലൻസ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അപ്പൊ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ ആക്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു റാങ്ക് ലക്ഷ്യമാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ആ സർഫസ് ലെവലിൽ നിന്ന് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വളരെ ഡീപ്പായിട്ട് പോയിട്ടേ നമുക്ക് കാര്യമുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആക്ട്, നമുക്ക് ഇപ്രാവശ്യം ഒന്നും ആക്ടിൽ നിന്നൊന്നും വന്നില്ല എന്ന് കരുതി ദുഃഖിക്കേണ്ട. അടുത്തത് ചിലപ്പോൾ നമ്മളെ കരുതി വെച്ചിരിക്കുന്നത് ഒരു ആക്ട് ആണെങ്കിലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കണ്ണും കാതും കൂർപ്പിച്ച ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് വരുന്നു. ഏതു വർഷം? 2019 ആക്ട് വരുന്നത്. ഇതില് 23 സെക്ഷനുകളാണുള്ളത്. അപ്പൊ ടോട്ടൽ എത്ര സെക്ഷനുകളാണുള്ളത്? 23 സെക്ഷൻസ്. 23 സെക്ഷനുകളാണ് അതിലുള്ളത്. അത് കെയിം ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുന്നത് 2020 ജാനുവരി 10. കെയിം ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുന്നത് 2020 ജാനുവരി 10. ജാനുവരി 10 2020 അപ്പൊ 19 പാസ്സാക്കുന്നു, 20 അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോ ഇത് എനാക്ട് ചെയ്തത്, അതായത് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോൾ അതിന്റെ പേരാണ് എനാക്റ്റഡ്. എന്താണ്? എനാക്റ്റഡ്. അതായത് അത് ആക്ട് ആയി മാറുവാണ്. അതായത് നമ്മൾ എങ്ങനെയാ ആക്ട് ഉണ്ടാക്കുന്നത്? 2 ലോകസഭയിലും അവതരിപ്പിക്കും, ബില്ല് അവതരിപ്പിക്കും, രാജ്യസഭയിലും ബില്ല് അവതരിപ്പിക്കും. അപ്പൊ ഈ 2 സഭകളിലും ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സായതിനു ശേഷം പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുമ്പോഴാണ് എന്താകുന്നത്? അത് ആക്ട് ആകുന്നു. അപ്പോഴാണ് എനാക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എന്ന് നോക്കാം. ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് 2019 ഓഗസ്റ്റ് 5. ലോകസഭയിൽ അവതരിപ്പിച്ചത് 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് മാസം 5-നാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഇനി രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2019 നവംബർ 26.
രാജ്യസഭ 2019 നവംബർ മാസം 26-നാണ്. നവംബർ 26, 2019 രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. ഇത് നിയമമാകുന്നത്, ആക്ട് ആകുന്നത് അതിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ്. അത് ഒപ്പുവെച്ചതെന്നാണ് 5th December 2019. 5th December 2019. അപ്പോഴാണ് അതിന്റെ പേരെന്തായി മാറുന്നത്? എനാക്റ്റഡ് എന്നായിട്ട് മാറുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിച്ചിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്. വെറുതെ നമ്മൾ ട്രാൻസ്ജെൻഡർ ആക്ട് പഠിച്ചിട്ടുണ്ട്, അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്പൊ തന്നെ നേരെ പോയിട്ട് ഈ പറയുന്ന രീതിയിൽ ജാനുവരി 10, 2020 കാണുമ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മാർക്ക് പോയി. അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ലോകസഭ പാസാക്കിയതെന്നാണ് 2019 ഓഗസ്റ്റ് 5 ലോകസഭ പാസാക്കുന്നു. രാജ്യസഭ പാസാക്കിയതെന്നാണ് 2019 നവംബർ 26 രാജ്യസഭ പാസാക്കുന്നു. അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതെന്നാണ് 5th December 2019. അതിന്റെ പേരെന്താണ്? എനാക്റ്റഡ് എന്ന് പേര് പറയുന്നു. ഇനി ആ ഒപ്പിട്ടതിന് ശേഷം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരണമെന്നില്ല. ചില ബില്ലുകൾ പിറ്റേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരും. ചില ഇത് കുറച്ച് കാലതാമസം എടുത്തിട്ടേ വരത്തുള്ളൂ. അപ്പൊ ഇത് വന്നത് എന്നാണ്? ജാനുവരി 10, 2020. അപ്പൊ 5th December 2019 ഒപ്പുവെച്ചെങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്നത് കെയിം ഇൻ ടു എഫക്ട് എന്ന് പറഞ്ഞാലും കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാലും എന്നാണ്? ജാനുവരി 10, 2020. 19 പാസ്സാക്കുന്നു, 20 പ്രാബല്യത്തിൽ വരുന്നു. മറന്നു പോകരുത്. അപ്പൊ മറയാതിരിക്കട്ടെ. ട്രാൻസ്ജെൻഡർ ആക്ട് എന്ന് പറയുന്നത് 2019 മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ആണെങ്കിലും കടന്നു വരാം. 2019 ട്രാൻസ്ജെൻഡർ ആക്ട് എനാക്റ്റഡ് ഇൻ ദ ഇയർ 2019. പക്ഷേ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദ ഇയർ എന്ന് ചോദിച്ചാൽ ആൻസർ മാറി. എത്രയാണ്? 2020, 2020 എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പൊ അത് ആദ്യമായിട്ട് ഇത് 2019 വളരെ മുമ്പ് തന്നെ ലോകസഭയിൽ ഇത് ആദ്യമായിട്ട് ഈ ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യമായിട്ട് ഈ ബില്ല് അവതരിപ്പിച്ചത് തിരുച്ചി ശിവ എന്ന് പറയുന്ന ഒരു MP ആണ്. ആരാണ്? തിരുച്ചി ശിവ എന്ന് പറയുന്ന MP ആണ് 2014 ഇത്. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, ട്രാൻസ്ജെൻഡർ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് തിരുച്ചി ശിവയാണ്. അത് 2014 അത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ്, തിരുച്ചി ശിവ. പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ താവർചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന MP ആണ്. GEHLOT ഗെഹ്ലോട്ട്. താവർചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു MP ആണ് ഇപ്പോൾ അത് അവതരിപ്പിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കുക. അത് 2018 അപ്പൊ 2018. അപ്പൊ 2014 ആദ്യ ബില്ല് അവതരിപ്പിച്ചു, പക്ഷെ ബില്ല് പാസ്സാകാതെ പോയി. പിന്നീട് 2018 വീണ്ടും ആ ബില്ല് അവതരിപ്പിക്കുന്നു. ആരാ ബില്ല് അവതരിപ്പിച്ചത്? താവർചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന MP ആണ് അത് ആ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് അതിനുശേഷമാണ് 2019 ആ ബില്ലിന് ചുവട് പിടിച്ചാണ് ലോകസഭ അത് പാസ്സാക്കുന്നു ഓഗസ്റ്റ് 5. രാജ്യസഭ 2019 നവംബർ 26 പാസ്സാക്കുന്നു. അതേപോലെ തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നു ജാനുവരി 10, 2020 എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അതില് 23 സെക്ഷനുകൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലായി. അത് മാത്രമല്ല, ഇത് എക്സ്റ്റെൻഡ് ഓൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഒട്ടാകെ പ്രാബല്യത്തിലുണ്ട്. ഓൾ ഓഫ് ഇന്ത്യയിൽ ഒട്ടാകെ ഈ ആക്ടിന് നിയമപ്രാബല്യമുണ്ട്. എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ അല്ല, ഓൾ ഓഫ് ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ആക്ട് വന്നത്? അത് നമുക്ക് നോക്കാം. ദിസ് ആക്ട് വാസ് പാസ്ഡ് ടു പ്രൊവൈഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആൻഡ് ദെയർ വെൽഫെയർ ആൻഡ് മാറ്റേഴ്സ് കണക്റ്റഡ്. ആർക്ക് വേണ്ടിയാ വന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ഹൂം? ട്രാൻസ്ജെൻഡർ പേഴ്സൺ, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആൻഡ് ദെയർ വെൽഫെയർ, അവരുടെ ക്ഷേമത്തിനും വേണ്ടി വന്നതാണ്. അപ്പൊ ട്രാൻസ്ജെൻഡർ പേഴ്സന്റെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, അവരുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ വെൽഫെയറും ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണ് ട്രാൻസ്ജെൻഡർ ആക്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ
സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രാൻസ്ജെൻഡർ ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ January 10, 2020. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. രണ്ടാമത് പറയുന്നു ട്രാൻസ്ജെൻഡർ ആക്ട് ഈസ് പ്രൊവൈഡ് ടു പ്രൊട്ടക്ഷൻ ഫോർ ദ റൈറ്റ് ഓഫ് എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആൻഡ് their welfare. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, കുറിച്ചെടുക്കണം. ആലുവ ശിവരാത്രി മണപ്പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ പൊട്ടം ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ സംഭവം കുറിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോ ഈ ആക്ട് പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. അതും നമ്മൾ ഓർത്തു വെക്കുക. സുപ്രീം കോടതിയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് തേർഡ് ജെൻഡർ ആണ് എന്ന് പറഞ്ഞ വിധിയാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ഏത് കേസാണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി വിധിയാണ്. 2014 ഈ വിധി വരുന്നത്. 2014 വിധി വരുന്നു. ആരാണ് ആ വിധി? വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജഡ്ജിയായിരുന്ന, സുപ്രീം കോടതിയിലേക്ക് പോയ കേരളീയനായിട്ടുള്ള ജഡ്ജിയായ ജസ്റ്റിസ് KS രാധാകൃഷ്ണന്റെ വിധിയാണ്. ഓർത്തു വെക്കുക, ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ. അപ്പൊ അദ്ദേഹമാണ് സുപ്രധാനമായിട്ടുള്ള വിധി 2014 പുറപ്പെടുവിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞ വിധി? സുപ്രീം കോർട്ട് ഇൻ ദിസ് കേസ് held that recognized that transgender as a third gender. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു മൂന്നാം ജെൻഡർ ആണ് എന്ന് പറഞ്ഞ വിധിയാണിത്. തേർഡ് ജെൻഡർ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തേർഡ് ജെൻഡർ ആണ് എന്ന് പറയുന്ന സുപ്രധാനമായ വിധി ഏത്? ചോദ്യം ഏതാണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആരാണ് ആ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്? ജസ്റ്റിസ് KS രാധാകൃഷ്ണനാണ് ആ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. അപ്പൊ എന്താ പറഞ്ഞത്? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തേർഡ് ജെൻഡർ ആണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ ആസ് എ തേർഡ് പേഴ്സൺ നോട്ട് എ സോഷ്യൽ ഓർ മെഡിക്കൽ ഇഷ്യൂ ബട്ട് എ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ. എന്താ പറഞ്ഞത്? റെക്കഗ്നീഷൻ ഓഫ് എ ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്നത്, അതിനെ തേർഡ് ജെൻഡർ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് നോട്ട് എ സോഷ്യൽ ഓർ മെഡിക്കൽ ഇഷ്യൂ, ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇഷ്യൂവോ അല്ല. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇറ്റ് ഈസ് എ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ. ഒരു മനുഷ്യാവകാശമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഇതൊരു സോഷ്യൽ ഇഷ്യൂ അല്ല, അതല്ലാതെ അല്ലെങ്കിൽ ഇതൊരു മെഡിക്കൽ ഇഷ്യൂ അല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഇതൊരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ആണ് എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അതിന് കണ്ടെത്തലിന് കാരണമായിട്ടുള്ള ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജിയാണ്. വിധി വന്ന വർഷം ഏതാണ്? 2014. എന്താണ് വിധി വന്നത്? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തേർഡ് ജെൻഡർ ആണ് കേട്ടോ എന്നുള്ളതാണ് വിധി വന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി 2011 സെൻസസിലാണ് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗ പോപ്പുലേഷനെ, നമ്മുടെ രാജ്യത്തുള്ള ട്രാൻസ്ജെൻഡർ പോപ്പുലേഷന്റെ സെൻസസ് എടുത്തത് 2011 സെൻസസ് ആണ്. 2011 സെൻസസിലാണ് was the first census in the history to incorporate the number of trans population of the country. നമ്മുടെ രാജ്യത്തിലുള്ള ട്രാൻസ് പോപ്പുലേഷന്റെ നമ്പർ എത്രയാണ് എന്ന് പറഞ്ഞ് ആ ഒരു സെൻസസ് എടുത്തത്, ആ കണക്കെടുപ്പ് നടത്തിയത് 2011 സെൻസസിലാണ്. മായാതെ മറയാതിരിക്കുക. അതുപ്രകാരം 4.8 മില്യൺ
ട്രാൻസ്ജെൻഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു. 4.8 മില്യൺ ആണ് ട്രാൻസ്ജെൻഡേഴ്സിനെ ആ സെൻസസ് പ്രകാരം ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ 2011 സെൻസസിലാണ് 4.8 മില്യൺ ഇന്ത്യക്കാരിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുണ്ട്, അത്രയും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്താ കേസിന്റെ പേര്? HINA ഹിന ഹനീഫ. ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്താണ് ഈ കേസിൽ വിധി വന്നത്? ഇതില് ജസ്റ്റിസ് അനു ശിവരാമനാണ് വിധി പുറപ്പെടുവിച്ചത്. കേരള ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് അനു ശിവരാമനാണ് ആ വിധി കൊണ്ടുവന്നത്. അതായത് നമ്മുടെ മിലിറ്ററി ആൻഡ് പാരാമിലിറ്ററി സർവീസുകളിൽ ഇവർക്ക് എൻറ്റർ ചെയ്യാം എന്നുള്ള രീതിയിൽ, അതായത് NCC ഇവർ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഹിന ഹനീഫ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പൊ കോടതി പറഞ്ഞു, എന്താ കോടതി പറഞ്ഞത്? stating that transgender person has right to be recognized as per their self-perceived identity and National Cadet Corps cannot deny their enrollment. NCC അവരുടെ എൻറോൾമെന്റ് ഡിനേ ചെയ്യാൻ പാടില്ല, അവർക്ക് ആ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ കേസാണ് എന്ത്? ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ സുപ്രധാനമായ വിധി എന്തിലേക്കാണ് വാതിൽ തുറന്നത്? അതായത് മിലിറ്ററി ആൻഡ് പാരാമിലിറ്ററി സർവീസുകളിൽ ഇവർക്ക് എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു വന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ സുപ്രധാനമായിട്ടുള്ള വിധിയിൽ വന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ആദ്യത്തെ ഒരു പോളിസി കൊണ്ടുവന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് എന്ന ചോദ്യം. ആരാണ്? കേരള സ്റ്റേറ്റ്. അപ്പൊ കേരള സംസ്ഥാനമാണ്. കേരള ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് എ പോളിസി ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പോളിസി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏത്? ചോദ്യം. കേരള സംസ്ഥാനമാണ്. ആ പോളിസി വന്ന വർഷം ഏതാണ്? 2015. 2015 ട്രാൻസ്ജെൻഡർ പോളിസി വന്നത്. അപ്പൊ 2014 സുപ്രധാനമായിട്ടുള്ള വിധിയിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പോളിസി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപാടി ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കി. അത് കൃത്യമായിട്ട് ഡേറ്റ് പറയുവാണെങ്കിൽ 22 സെപ്റ്റംബർ 2015. 22 സെപ്റ്റംബർ 2015 എന്താ ട്രാൻസ്ജെൻഡർ പോളിസി വരുന്നത്, ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കുന്നത്. അപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരള സംസ്ഥാനമാണ്. എന്നാണ് കൊണ്ടുവന്നത്? 2015. കൃത്യമായിട്ട് പറഞ്ഞാൽ 22 സെപ്റ്റംബർ 2015 അത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ജഡ്ജ്മെന്റ് വന്ന കൃത്യമായിട്ട് ഡേറ്റ് 2014. അത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 15th April 2014. 15th April 2014 അത് കൃത്യമായിട്ടുള്ള ആ ഡേറ്റ് പറയുന്നത്. ആ ഡേറ്റ് ആണ്. ഇനി കുറെ നേരമായി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ ട്രാൻസ്ജെൻഡർ? ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സെക്ഷൻ 2K ഓഫ് ദ ആക്ട്. ഈ ആക്ടിലെ, നമ്മൾ ഈ പറഞ്ഞ ഈ ആക്ടിലെ സെക്ഷൻ 2K ട്രാൻസ്ജെൻഡർ ആരാണ് എന്ന് നിർവചനം പറയുന്നത്. അപ്പൊ ട്രാൻസ്ജെൻഡറെ കുറിച്ചുള്ള ഡെഫിനിഷൻ, ട്രാൻസ്ജെൻഡറെ ഡിഫൈൻ ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ചോദിക്കാവുന്ന ചോദ്യം ഏതാണ്? 2K ഓഫ് ദി ആക്ട്. 2K കെയിലാണ് പറയുന്നത്. ഇനി എന്താണ് അതിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്ജെൻഡർ മീൻസ് എ പേഴ്സൺ whose gender does not match with the gender assigned to that person at birth
ആൻഡ് ഇൻക്ലൂഡ്സ് ട്രാൻസ് മാൻ ഓർ ട്രാൻസ് വുമൺ. അതുവരെ ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ് പറയുന്നത്? ട്രാൻസ്ജെൻഡർ മീൻസ്, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് ജെൻഡർ ഡസ് നോട്ട് മാച്ച്. ആ വ്യക്തിയുടെ ജെൻഡർ ഒരിക്കലും മാച്ച് ചെയ്യുന്നില്ല എന്തുമായിട്ട്? വിത്ത് ജെൻഡർ അസൈൻ ടു ദാറ്റ് പേഴ്സൺ അറ്റ് ബർത്ത്. ആ വ്യക്തിക്ക് ബർത്തിലൂടെ ലഭ്യമായ ജെൻഡറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ആൻഡ് ഇൻക്ലൂഡ്സ്, അതിൽ ആരൊക്കെ വരാം? ട്രാൻസ് മാനും വരാം, ട്രാൻസ് വുമണും വരാം. എന്നിട്ട് പറയുന്നു വെദർ ഓർ നോട്ട് സച്ച് പേഴ്സൺ ഹാസ് അണ്ടർഗോൺ സെക്സ് reassignment surgery or hormone therapy or laser therapy or such other therapy. എന്താ പറയുന്നത്? whether or not such person has undergone. ആ പറയുന്ന വ്യക്തികള് ഈ താഴെ പറയുന്ന, അതായത് സെക്സ്വൽ റീഅസൈൻമെന്റ് സർജറി, അതായത് ലിംഗമാറ്റം ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പിയോ അല്ലെങ്കിൽ ലേസർ തെറാപ്പിയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും തെറാപ്പിയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ചെയ്തവരും ആകാം, ചെയ്യാതിരിക്കുന്നവരും ആകാം. അവരൊക്കെ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അതേപോലെ പേഴ്സൺ വിത്ത് ഇന്റർസെക്സ് വേരിയേഷൻ ഉള്ളവര്, അതേപോലെ ജെൻഡർ ക്യൂർ ആൻഡ് പേഴ്സൺ ഹാവിംഗ് സോഷ്യോ കൾച്ചറൽ ഐഡന്റിറ്റീസ് സച്ച് ആസ് കിന്നർ, ഹിജഡ, അറവാണി ആൻഡ് ജോഗ്ത. അപ്പൊ 3 കാറ്റഗറൈസ് ചെയ്തിട്ട് 4 പേരുടെ പേര് പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? കിന്നർ, KINNER, കിന്നർ. അതേപോലെ തന്നെ ഹിജഡ, അതേപോലെ തന്നെ അരവാണി, ARAVANI, അരവാണി. ദെൻ ജോഗ്ത, JOGTA, JOGTA. ജോഗ്ത. അപ്പോ നമുക്ക് ഈ പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ആരാ ട്രാൻസ്ജെൻഡർ? സെക്ഷൻ 2 ക്ലോസ് കെ. ഏതാണ് സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് ആരെ പറ്റി പറയുന്നത്? ട്രാൻസ്ജെൻഡറെ പറ്റി പറയുന്നത്. ആരാ ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ a person whose gender does not match with gender assigned to that person at birth and include trans man and a trans woman. അതായത് അവന്റെ ജന്മനായുള്ള ജെൻഡറുമായിട്ട് ആ ജെൻഡറിനെ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ അത് എന്താണ്? അവര് ഒന്നുകിൽ ട്രാൻസ് മാൻ ആകാം, ട്രാൻസ് വുമൺ ആകാം. അവര് whether or such person has undergone sex reassignment surgery, ഹോർമോൺ തെറാപ്പി, ലേസർ തെറാപ്പി ഓർ സച്ച് അതർ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പിയോ സർജറിയോ നടത്തിയവരോ നടത്താതിരിക്കുന്നവരോ ആകാം. അങ്ങനെയുള്ള വ്യക്തികളെ, അതായത് അവരുടെ ജെൻഡർ ഒരിക്കലും അവരുടെ ബർത്തിലുള്ള ജെൻഡറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? മാച്ച് ചെയ്യുന്നില്ല. പിന്നെ അതിന് വരാവുന്ന വിഭാഗങ്ങൾ 4 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. കിന്നർ വരാം, ഹിജഡ വരാം, അരവാണി വരാം, ജോഗ്ത വരാം എന്ന് പറഞ്ഞു. അതേപോലെ പേഴ്സൺ വിത്ത് സെക്സ്വൽ ഇന്റർസെക്സ് വേരിയേഷൻസ് കാണിക്കുന്നവര് അതിൽ വരാം. ജെൻഡർ ക്യൂവേഴ്സ് അതിൽ വരാം. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഒറ്റ ഒരു പേരിൽ അറിയപ്പെടുന്നു. പേര് ട്രാൻസ്ജെൻഡർ. നമ്മൾ പഠിച്ചു. അപ്പൊ ട്രാൻസ്ജെൻഡറെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ 2 ക്ലോസ് കെയിൽ എന്താ പറയുന്നത്? അവരുടെ ജെൻഡർ അവരുടെ ബർത്തിലുള്ള ജെൻഡറുമായിട്ട് ഡസ് നോട്ട് മാച്ച്. അതിൽ ആരൊക്കെ വരാം? ട്രാൻസ് മാനും വരാം, ട്രാൻസ് വുമണും വരാം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയില് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത്? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പൊട്ടം ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കരുത്. അതിനാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഇതിൽ പറയുന്നത്? അതില് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Their gender does not match with gender assigned to that person at birth. അതേപോലെ തന്നെ അത് അവരെന്താകാം? സർജറി നടത്തിയവരോ നടത്താതിരിക്കുന്നവരോ ആകാം. ട്രാൻസ് മാൻ ആൻഡ് ട്രാൻസ് വുമൺ ആകാം. ഈ പറയുന്ന കിന്നർ, ജോഗ്ത, ഹിജറ, അർവാണി ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പെട്ടവരാകാം. പേഴ്സൺ വിത്ത് ഇന്റർസെക്സ് വേരിയേഷനിൽ പെട്ടവരാകാം. ജെൻഡർ ക്യൂർ എന്ന് പറയുന്ന വിഭാഗം, ജെൻഡർ ക്യൂർ
അപ്പൊ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ജെൻഡർ ക്യൂർ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ വരുന്ന സംഭവങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും എന്താണ്, അവരെയെല്ലാം ഒറ്റ പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? ട്രാൻസ്ജെൻഡർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ട്രാൻസ്ജെൻഡർ ആക്ട്, ട്രാൻസ്ജെൻഡറിന്റെ നിർവചനം. ഇതെല്ലാം നമ്മൾ പഠിച്ചു. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? കേൾക്കുന്നത് എഴുതിയെടുക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമായോ? നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്ര. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ടാക്കിയിട്ടൊന്ന് പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. എന്താ ഒരു ഉഷാറില്ലാത്ത? നമുക്കെല്ലാം പഠിച്ച് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടതാണ്. എന്താണ്, ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ മിണ്ടുന്നുള്ളൂ. എന്താണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ? എന്താണ് പറയടോ? നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ലക്ഷ്യത്തിൽ എത്തണ്ടേ? എന്താ അവസ്ഥ പറയ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. മനസ്സിലാവുന്നുണ്ട് സാർ. കുറിക്കാൻ പറ്റുന്നുണ്ടോ? എഴുതാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഫലത്തിലാക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. നമ്മൾ പഠിച്ചോന്നൊന്ന് നോക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ ആക്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ട്രാൻസ്ജെൻഡർ ആക്ട് എന്ന് പറയുമ്പോൾ? ആ ആക്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് നിർവചിക്കുന്ന ആക്ടാണ്. അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് വെൽഫെയർ ഓഫ് ദ ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡറിന്റെ വെൽഫെയറിനും അവരുടെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, അവരുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി വന്ന ആക്ട് ആണ്. ഇതിൽ എത്ര സെക്ഷൻ ഉണ്ട്? എത്ര സെക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചേ? എത്ര സെക്ഷനാ ഉള്ളേ? പറഞ്ഞേ. 23 സെക്ഷൻസ്, 23 സെക്ഷനുകളാണ് അതിലുള്ളത്. ഇത് പാസ്സാക്കിയ വർഷം എന്നാണ്? പറഞ്ഞേ എന്നാ പാസ്സാക്കിയത്? ട്രാൻസ്ജെൻഡർ ആക്ട് പാസ്സാക്കിയത് എന്നാ? പറയൂ. എന്നാ പാസ്സാക്കിയത്? ട്രാൻസ്ജെൻഡർ ആക്ട് പാസ്സാക്കിയത് 2019. 2019. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുവാണ്. ഇത് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ പല പരിപാടിക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ റാങ്കിലേക്ക് എത്തത്തില്ല. നമ്മൾ റാങ്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാലേ എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓണാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല. അപ്പൊ 2019 അത് വരുന്നത്. 23 സെക്ഷനുകളാണ് അതിലുള്ളത്. അത് ആദ്യമായിട്ട് അത് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ്? അതൊരു വർഷവും ഞാൻ പറഞ്ഞു. 2014 ആരാ അവതരിപ്പിച്ചത്? തിരുച്ചി ശിവയാണ് അവതരിപ്പിച്ചത്. പിന്നീട് 2018 ഇപ്പോഴത്തേത് അവതരിപ്പിച്ചത് ആരാണ്? അതാണ് നമ്മുടെ തവർചന്ദ് ഗെഹ്ലോട്ടാണ് അവതരിപ്പിച്ചത് 2018. അതിന്റെ ഫലമായിട്ട് ലോകസഭയെ അത് പാസാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5. അത് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 നവംബർ 26. അങ്ങനെ പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. അപ്പൊ എന്തായി? അതിന്റെ പേര് മാറി. എനാക്റ്റഡ് എന്നാണ്. എനാക്ട് ചെയ്തത് 5th ഡിസംബർ 2019. എന്നിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നത് വേറൊരു ദിവസമാണ്. ഡേറ്റുകളുടെ വ്യത്യാസം കണ്ടോ? എന്താ പ്രാബല്യത്തിൽ വരുന്നേ? ജാനുവരി 10, 2020. അപ്പൊ ഈ ഡേറ്റുകളെല്ലാം നമ്മൾ പഠിക്കണം. ഇന്ന് തന്നെ അത് നമ്മൾ കുറിച്ച് റൗണ്ട് ചെയ്ത് ഇന്ന് തന്നെ അത് മനഃപ്പാടമാക്കണം. നാളത്തേക്ക് വെച്ചാൽ കഴിയത്തില്ല. അപ്പൊ ഇന്ന് തന്നെ അത് പഠിക്കാം. അപ്പൊ 2020 came into force. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അതിന് സുപ്രധാനമായിട്ടുള്ളൊരു വിധിയുണ്ട് സുപ്രീം കോടതിയിൽ. ഏത് വിധിയാണ്? ആ വിധിയുടെ പേരെന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജി ആരാണ്? വളരെ ഇമ്പോർട്ടന്റ്. ഏത് ജഡ്ജിയാണ്? നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായ ജഡ്ജിയാണ്. എന്താ ജഡ്ജിയുടെ പേര്? ജസ്റ്റിസ് KS രാധാകൃഷ്ണന്റെ വിധിയാണ്. ആ വിധിയിൽ എന്താ പറഞ്ഞത്? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? തേർഡ് ജെൻഡർ ആണ് എന്നാണ് പറഞ്ഞത്. തേർഡ് ജെൻഡർ ആണ് എന്ന് പറഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്? സോഷ്യൽ ഇഷ്യൂ ആണോ? അല്ല. പിന്നെ എന്ത് ഇഷ്യൂ ആണത്? ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ. അതൊരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ആണെന്നാണ് ആ വിധിയിൽ വന്നത്. ആ വിധിയിലാണ് എല്ലാ സ്റ്റേറ്റുകളും എന്ത് രൂപീകരിക്കണമെന്ന് പറഞ്ഞത്? ട്രാൻസ്ജെൻഡർ പോളിസി രൂപീകരിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ പോളിസി രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്?
ആദ്യ സംസ്ഥാനങ്ങളാണ്. നമ്മുടെ കൊച്ചു കേരളം എന്നാ വന്നത്? ആ പോളിസി എന്നാ വന്നത്? 2015. കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞാൽ 22 സെപ്റ്റംബർ 2015 നമ്മുടെ പോളിസി വരുന്നത്. അതായത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പോളിസി. ഇനി ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സെൻസസ് നടത്തിയ വർഷം ഏതാണ്? 2011. അത് പ്രകാരം എത്ര പേരുണ്ട്? 4.8 മില്യൺ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു ഡിസിഷൻ പഠിച്ചു, ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ ഡിസിഷൻ കൊണ്ടുവന്നത് ജസ്റ്റിസ് അനു ശിവരാമനാണ്. ആ ഡിസിഷനിലൂടെ എന്താണ് പറഞ്ഞത്? നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ പേഴ്സണുകളെ മിലിറ്ററി, പാരാമിലിറ്ററി സർവീസിലേക്ക് ആക്സസ് കൊടുക്കുവാനായിട്ട് ആ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിസിഷനാണ് ഏത്? ഹിന ഹനീഫ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ആരാണ് ട്രാൻസ്ജെൻഡർ? സെക്ഷൻ ഏത് സെക്ഷനാണെന്ന് പറഞ്ഞേ മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഏത് സെക്ഷനിലാണ്? 2 Clause K. ഏത് ആക്ട് ആണ് നമ്മൾ പഠിച്ചത്? ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് 2019. 2 Clause K ട്രാൻസ്ജെൻഡറെ കുറിച്ചുള്ള നിർവചനം പറയുന്നത്. ട്രാൻസ്ജെൻഡർ മീൻസ് that person's gender does not match with the gender assigned to that person at birth. ബർത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള ആ ജെൻഡറുമായിട്ട് ഒരു സാമ്യവും ഇല്ല. അതേപോലെ തന്നെ അവർ ട്രാൻസ്മാൻ വരാം, ട്രാൻസ് വുമൺ വരാം. അതിൽ പറയുന്ന 4 വിഭാഗങ്ങൾ വേറെ ഏതൊക്കെയാണ്? കിന്നർ, ഹിജറ, അർവാണി, ജോക്ത. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്, ഒരു പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ താഴെ പറയുന്നത് ഏതിൽ പെടില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു. കിന്നർ പെടും, ജോഗിഡ പെടും, ഹിജറ പെടും, അറവാണി വരും. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ അതിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വരത്തില്ല. അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരാം. ഇതിൽ 3 തന്നിട്ട്. അപ്പൊ അതുകൊണ്ടും കൃത്യമായിട്ട് അത് നോക്കുക. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് നിർത്താം. അടുത്ത വെൽഫെയർ ഓഫീസറുടെ ഒരു ഡെമോ ക്ലാസ് കൂടി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പഠിച്ചൊന്ന് കുറിച്ച് റെഡിയാകാനായിട്ട് നോക്കുക. 4 പുസ്തകം വാങ്ങിക്കുക തീർച്ചയായിട്ടും. അതായത് സോഷ്യോളജി, സൈക്കോളജി, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം കുറിച്ച് വെക്കുക. PDF ആയിട്ടുള്ള നോട്ടുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും PDF ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിനെ കുറിച്ചൊന്ന് അസസ് ചെയ്തിട്ട് നിങ്ങൾ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടുക. ഈ ക്ലാസ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും മുറിഞ്ഞു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ പേടിക്കണ്ട. ഈ ക്ലാസ് എന്തായാലും അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കാനും ഉള്ള ഒരു സന്മനസ് കൂടി നിങ്ങൾ കാണിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വലിയൊരു ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എൻ്റെ കൈകളിൽ ഭദ്രമാണ്. നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ താല്പര്യം വേണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ തനിച്ചല്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ടുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടി പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാം. അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തായാലും ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഫീസിൻ്റെ കാര്യവും മറ്റുമെല്ലാം നിങ്ങൾ ഓക്കെ അടിച്ചതിന് ശേഷം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ പറയാം. എത്ര കുട്ടികൾ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുവാണ്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.